പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ റമളാനിനെ സംബന്ധിച്ച് ഈ ആയത്തിന്റെ അവതരണങ്ങളും ഖുർആനിന്റെ അവതരണങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു മാസമായിട്ട് പോലും അള്ളാഹുവിൻ്റെ കലാം എത്ര ആയത്ത് നമുക്ക് ഓതാനറിയാം, എത്ര ആയത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, എത്ര ആയത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനാ ഞാനത് ചോദിക്കുന്നത്? വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ചിന്ത ഉണരണമെങ്കിൽ അത് കേവലം അക്ഷരങ്ങൾ കൂട്ടി വായിച്ചതുകൊണ്ട് ചിന്ത ഉണരില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ 1000 തവണ നിങ്ങൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെ പാരായണം ചെയ്ത് തീർത്താലും അതിന് കൂലിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അവിടെ നടക്കാതെ പോകുന്നു. അത് ചിന്തിക്കാനുള്ളതാണ്, അത് ആലോചിക്കാനുള്ളതാണ്, അത് ഉൾക്കൊള്ളാനുള്ളതാണ്. ആ നിലക്ക് നമുക്ക് സാധിക്കണമെങ്കിൽ എന്താണ് ഞാൻ പാരായണം ചെയ്യുന്നതെന്ന് എനിക്ക് അർത്ഥം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള ഓരോരുത്തരും തന്നോട് ചോദിക്കേണ്ട ചോദ്യമാണത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാരായണം നിർത്തിവെച്ചിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. ഏതായത്തെത്തുമ്പോഴാ അങ്ങനെ കരയേണ്ടത്? ഏതായത്തെത്തുമ്പോഴാ സന്തോഷിക്കേണ്ടത്? ഏതായത്തെത്തുമ്പോഴാ ഹൃദയത്തിൽ ഞെട്ടൽ വരേണ്ടത്? ഏതായത്തെത്തുമ്പോഴാ ഞാനൊന്ന് ആലോചിക്കേണ്ടത് എന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ, നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഗ്രന്ഥത്തിലൂടെ ഞാനെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാതെ പോയാൽ ഞാനെന്ത് ചിന്തിക്കാനാ, ഞാനെന്ത് ആലോചിക്കാനാ, ഞാനെന്ത് പാഠമാണ് വചനങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുക? അതുകൊണ്ട് ഈ മാസത്തിലെങ്കിലും ഒന്ന് കുറ്റബോധത്തോടെ മനസ്സ് തുറന്ന് സ്വന്തത്തോട് പറയ്, എൻ്റെ നാഥ, നിന്റെ കലാം നീ ഞങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ട് അതിലെ 114 അധ്യായങ്ങളിൽ നിന്ന് എത്ര വചനങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങളാ നീ ഞങ്ങളോട് സ്നേഹത്തോടെ കരുണയോടെ പറഞ്ഞതെന്ന് ഇന്നുവരെ മനസ്സിലാക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അതിനെൻ്റെ മുമ്പിൽ എത്രയെത്ര സംവിധാനങ്ങളാണ്. ഒന്ന് വിരൽ ഞൊടിച്ചാൽ എൻ്റെ മുമ്പിൽ തെളിയുന്ന വിജ്ഞാനത്തിൻ്റെ കലവറകൾ എത്രയാണ്. എത്രയെത്ര ഉസ്താദുമാരാണ് എനിക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ തയ്യാറായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്.